ഹായ് ഗേൾസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്. ഞാനിന്ന് എത്തിയിട്ടുള്ളത് പോത്തുണ്ടി ഡാമിന്റെ ഒരു സൈഡിലാണ്. അതായത് നമ്മള് ഇന്നാണ് ഇത് വിനോദസഞ്ചാരത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഞങ്ങള് നെല്ലിയാമ്പതി വഴി പോവുകയാണ്. അപ്പൊ ഞങ്ങളവിടെ ഒരു ചായക്കടയിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഇവിടെ വലിയൊരു പാറ വന്ന് വീണിട്ട് ഇങ്ങോട്ടുള്ള സഞ്ചാരം മാറ്റി വെച്ചേക്കായിരുന്നു. പക്ഷെ അത് വീണ്ടും പുനഃക്രമീകരിച്ചു എന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് അറിയാൻ പറ്റി. അപ്പോ ഇന്ന് തൊട്ട് എല്ലാവരും നമുക്കൊരു വിനോദസഞ്ചാരം അല്ലെങ്കിൽ ഇപ്പോ മനസ്സിന് ഞാൻ എൻ്റെ വീഡിയോസിൽ അല്ലെങ്കിൽ പറയാറുള്ള പോലെ അതിന് നമുക്കിവിടെ എത്താൻ പറ്റി. നിങ്ങളും ഇപ്പൊ ഓണം അങ്ങനെയുള്ള വെക്കേഷൻ സമയങ്ങളില് നമ്മൾക്ക് ഓരോ പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ വീടുകളിൽ നിന്നും പല ടെൻഷനും കാര്യങ്ങളാക്കിയിട്ട് നടക്കുന്നവരെ എല്ലാവരും മനുഷ്യരായിട്ടുള്ള ഒരു എല്ലാവർക്കും അതുണ്ടായിരിക്കാം. അപ്പോ നമ്മള് പൊതുവെ ഇവിടേക്ക് വന്നിട്ട് നമ്മളത് ഒരു എൻജോയ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് മിസ്റ്റ്, അതായത് കോടമഞ്ഞുകളൊക്കെ അവിടെ ഇറങ്ങി തുടങ്ങി. പിന്നെ നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ വളരെ അടിപൊളി കിടു പൊളി പറയുന്ന പോലെ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോ നമ്മൾ മലയാളീസ് മാത്രമല്ല, തമിഴന്മാരുണ്ട്. അപ്പോ അതില് കന്നഡ, അറബി ഒക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അന്തോണി എന്നെ എടുത്തോളൂട്ടാ, എന്നെ കാണാനില്ല. അന്തോണി എന്നെ എടുക്കണില്ല. എന്റെ മുഖം കാണുമ്പോ അന്തോണിക്ക് എന്തോ അസൂയ തോന്നുന്നു പറഞ്ഞു. ഞാൻ ഭാരി ചുള്ളനായിട്ടെന്ന് പറഞ്ഞു. സുരേഷ് ഗോപിയുടെ പോലെ ഓർമ്മയുണ്ടോ ഈ മുഖം കാണില്ല അല്ലേ എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രോഗ്രാമുകൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നില്ല. അപ്പോ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത്തുണ്ടി ഡാമാണ്. ഈ പോത്തുണ്ടി എന്ന് പറയുന്നത് നമ്മുടെ അവിടെയൊക്കെ പറയുന്ന പോലെ ഞാൻ ആന്റോണിയോട് ചോദിക്കായിരുന്നു എന്താണ് ആ വാക്കിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ ആന്റണി പറഞ്ഞത് അത് എനിക്കും കൂടുതലായിട്ട് വലിയ നിശ്ചയമൊന്നുമില്ല. അപ്പോ വേറെ സ്ഥലങ്ങളിൽ നിന്നും വേറെ ഏതോ ഒരു ഡാമിൽ നിന്നോ ഇങ്ങനെ മലമുകളിൽ നിന്നൊക്കെ വെള്ളം വന്ന് ഇപ്പോ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ളത് തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇതിന്റെ ബോർഡറുകളൊക്കെ നിൽക്കുന്നത്. ചിലപ്പോ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെയാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോ നിങ്ങൾ പറയണം, ഇന്നോട്ട് ആ വിനോദസഞ്ചാരം തുറന്നിരിക്കുകയാണ്. ഞങ്ങള് ചെക്ക് പോസ്റ്റ് കടന്ന വഴിക്ക് ഒരു കുരങ്ങച്ചൻ വന്നിട്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആളെടുത്ത് കൊണ്ടുപോയി. അപ്പോ ഈ വഴിക്ക് വരുമ്പോ വണ്ടികളിലൊക്കെ വരുമ്പോ അവർക്കും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നമുക്കൊരു ഇൻസ്പെക്ടറുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നു. കാരണം ബോട്ടില് ഇവിടെ ഇടാൻ പാടില്ല, പ്ലാസ്റ്റിക് നിരോധിത മേഖല, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു. 5 മണിക്ക് തന്നെ നമുക്ക് മാക്സിമം ഇറങ്ങാനുള്ള ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് അത് കീപ്പ് ചെയ്യുന്ന പ്രതീക്ഷയിലാണ് നമുക്കിന്ന് തുറന്നു തന്നിട്ടുള്ളത്. ഇന്നലെ വരെ ഇങ്ങടെ അലൗഡ് അല്ല, ഇന്ന് അതിനെ അനുവദിച്ചേക്കാണ്. അത് നമ്മളത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്കും അടക്കം വലിയൊരു തലവേദനയായിട്ട് മാറും. അത് വീണ്ടും അത് അടച്ചിടേണ്ടേക്ക് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് നമുക്ക് തരുന്ന ആ ചൂണ്ടപ്പലകള് നമ്മൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കരുത്. നമ്മൾ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അത് ലാസ്റ്റ് പല പൊല്ലാപ്പുകളായിട്ട് വരുന്നുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയ വഴിക്കൊക്കെ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കയറുക, ചാടുക, ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് അത് ആവുക, ലാസ്റ്റ് വൈറലൊക്കെ ആവുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതൊരു ബുദ്ധിമോശത്തിലേക്ക് വരരുത്. അതിനാണ് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകര്, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സേന, അല്ലെങ്കിൽ ഫോറസ്റ്റ്, ഇവരൊക്കെ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മള് വേണ്ട വിധത്തിൽ വിനിയോഗിക്കും എന്ന പ്രതീക്ഷയിലെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്. ഓക്കെ, ഞങ്ങൾ നെല്ലിയാമ്പതിക്കുള്ള യാത്രയിലാണ്. കൂടെ ക്യാമറമാൻ ആന്റണിക്കൊപ്പം ഞാൻ. ഓക്കെ, ഗുഡ് മോർണിംഗ്.